ഹലോ എവരി വൺ, എല്ലാവർക്കും IAS സബിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടോപ്പേഴ്സ് ടോക്ക് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, മിസ്റ്റർ ഫെബിൻ ജോസ് തോമസ്, ഓൾ ഇന്ത്യ റാങ്ക് 254. ഫിബിനെ പറ്റി പറയുവാണെങ്കിൽ IAS സബ് ഫാമിലിന്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സലാണ്. ഒരു വിദ്യാർത്ഥിയായി, ഒരു അന്വേഷിയായി, ഒരു അധ്യാപകനായി നമ്മളുമായിട്ട് ഒരു ലോങ് അസോസിയേഷൻ ഉള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് താങ്കളെ പ്രത്യേകം ഇൻവൈറ്റ് ചെയ്യുന്നു. ഫെബിൻ, നമ്മൾ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുനോ വിന്നേഴ്സിനെ പറ്റിയിട്ട് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യമുണ്ട്. മറ്റൊന്നിനുമല്ല, നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആൾക്കാർക്ക് വലിയ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. ഓക്കെ, സ്ട്രാറ്റജി മേക്കിംഗ് ആയിക്കോട്ടെ, സെൽഫ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു ആംഗിൾ ആയിക്കോട്ടെ. സോ അങ്ങനത്തെ കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എന്നുള്ള ആംഗിൾ മാത്രം ഈ സെഷനെ കണ്ടാൽ മതി. ആൻഡ് ഫെബിനെ പറ്റിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഭയങ്കരമായിട്ട് പേഴ്സിസ്റ്റൻസ് ഉള്ളൊരു വ്യക്തിയാണ്. അത് ഇച്ചിരി വലിയൊരു കാര്യമാണ്. ഇപ്പം എല്ലാ ദിവസവും നമ്മൾ നമ്മളെ തന്നെ സ്വയം പുഷ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്. ആൻഡ് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാനും നമ്മുടെ വിദ്യാർത്ഥികളോട് പറയുന്ന കാര്യം ഇതാണ്: കത്തി ഇങ്ങനെ കേടുന്നല്ലേ താന്ന് പോകാതെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് കൊടുക്കൂ എന്ന് എപ്പോഴും നമ്മൾ അഡ്വൈസ് കൊടുക്കാറുണ്ട്. ആൻഡ് ഇത് പറയാൻ എളുപ്പമാണ്, പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം പ്രത്യേകമായിട്ട് താങ്കളോട് ചോദിക്കുന്നത്. ഹൗ ഡു യു കീപ് ദാറ്റ് പെർസിസ്റ്റൻസി? എങ്ങനെയാണ് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? യെസ് സർ, സാർ പറഞ്ഞതുപോലെ പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്നുള്ള വാക്ക് നമ്മൾ UPSC സർക്കിൾസിൽ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ്. ഈ ഒരു എക്സാം ഈ ഒരു ക്വാളിറ്റി നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇത് ഞാനൊരു പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നതിനേക്കാൾ ഉപരിയായിട്ട് UPSC എന്നെ പഠിപ്പിച്ചൊരു ട്രെയിറ്റ് ആയിട്ട് വേണമെങ്കിൽ അതിനെ കാണാൻ കഴിയും. ഞാനിപ്പം ഈ ഒരു UPSC ജേർണിയിൽ ഇറങ്ങിയിട്ടൊരു 4 years ആയി. ഇപ്പോഴും എന്റെ UPSC ജേർണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദോ ഐ എം സ്റ്റിൽ ഇൻ സർവീസ്. ഈ ഒരു പെർസിസ്റ്റൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു UPSC സിവിൽ സർവീസ് എന്ന് പറഞ്ഞ ഒരു ഡ്രീം ഇറങ്ങുമ്പം തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം, ഈ ഒരു ആഗ്രഹം എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന കാലത്തോളം ഇതിനുവേണ്ടി വർക്ക് ചെയ്യാൻ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഈ പാഷൻ അല്ലെങ്കിൽ ഈ ഡ്രീം എപ്പോഴും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ഏറ്റവും മേജർ ഫാക്ടർ. സിവിൽ സർവീസ് എന്ന് പറഞ്ഞൊരു ഡ്രീം അച്ചീവ് ചെയ്യാൻ എൻ്റെ ഹൃദയത്തിൽ വീണ ആ സ്പാർക്ക്, അത് ഓരോ ദിവസവും ഞാൻ തന്നെ അതിനെ ഫയറപ്പ് ചെയ്തുകൊണ്ടിരുന്നു. അതിനെയാണ് പോളിഷ് ചെയ്യുന്നത്. യെസ്, ഓക്കെ, യെസ്. ആ ഒരു ഡ്രീമിനെ ഓരോ ദിവസവും പോളിഷ് ചെയ്ത് അതിനെ വളർത്തിക്കൊണ്ടിരുന്നു. അത് തുടങ്ങിയത് ഒരു ചെറിയൊരു സ്പാർക്ക് ആയിട്ടായിരിക്കും, പക്ഷെ ഓരോ ദിവസവും നമ്മൾ അതിനെ ആ ഒരു സ്വപ്നത്തെ താലോലിച്ച് വളർത്തിക്കൊണ്ടിരുന്നു. അതൊന്ന് വളർന്നു വലുതായപ്പോഴേക്കും ഈ ഒരു ആഗ്രഹം നേടാനായിട്ട് നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു എഫേർട്ട് ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിനുവേണ്ടി ശ്രമം തുടങ്ങുകയും ചെയ്യും. പക്ഷേ ആക്ച്വലി ഈ പ്രോസസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഈ പെർസിസ്റ്റൻസ് ആവശ്യമാണെന്ന്. അപ്പം നമ്മുടെ പൊട്ടൻഷ്യലിലുള്ള ഒരു വിശ്വാസം, നമ്മുടെ കഴിവുകളിൽ, അപ്പം ആ ഒരു കഴിവുകൾ നമുക്ക് അതിനുള്ള ഒരു അവയർനെസ് തരുന്നത് നമ്മുടെ സ്കൂൾ ലെവലിലെ അല്ലെങ്കിൽ കോളേജ് ലെവലിലെ നമ്മുടെ ഒരു പെർഫോമൻസ് ആയിരിക്കാം. മറ്റ് ആക്ടിവിറ്റീസിലുള്ള നമ്മുടെ ഒരു പെർഫോമൻസും നമുക്ക് ഇതിനൊരു മോട്ടിവേഷൻ, ഒരു കോൺഫിഡൻസ് ഫാക്ടർ. അപ്പം ഇതെല്ലാം ഈ ഒരു എക്സാമിന് വേണ്ടി കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രേരണ നൽകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പെർസിസ്റ്റൻസ്, എന്നെ സാർ ഇപ്പം പറഞ്ഞതുപോലെ, ഒരു ദിവസം ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കുന്നു, പക്ഷെ അടുത്ത ദിവസം വളരെ കുറച്ച് പഠിക്കുന്നു. ആ ഒരു രീതിയല്ല ഈ എക്സാമിന് ആവശ്യം. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു മിനിമം അവേഴ്സ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസും ഒരു ഡിസിപ്ലിനും നൽകും. അത് ഈ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. യെസ്, പ്ലീസ് നോട്ട് ഡൗൺ. ഓക്കെ, ആ ആഗ്രഹം നൽകുന്ന കോൺഫിഡൻസ്. യെസ്, ആൻഡ് ഡിസിപ്ലിന്റെ കാര്യം പറഞ്ഞു. ശരിക്കും എങ്ങനെ ഈ ഇപ്പൊ നമ്മൾ ഡിസ്ട്രാക്ഷൻസിന്റെ ഒരു ലോകത്താണ് ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നത്. ആൻഡ് എങ്ങനെ ഒരു യങ് ക്രൗഡിന് ഡിസിപ്ലിൻഡ് ആവാൻ സാധിക്കും? യെസ്, ഈ ഡിസ്ട്രാക്ഷൻസ് ആണ് നമ്മളെ കൺസിസ്റ്റൻസിയിൽ നിന്ന് നമ്മളെ ട്രാക്ക് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടർ. ഇതിനെ നമ്മൾ ഡീൽ ചെയ്യണം. ഇതൊരു റിയാലിറ്റി ആണെന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഒരു ഏജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രീവിയസ് ജനറേഷൻ ഫേസ് ചെയ്തൊരു ടൈമല്ല. വി ലിവ് ഇൻ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി 4.0 ഇടയും ഒരു ഇന്റർനെറ്റ് എറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ നമ്മുടെ ഗാഡ്ജറ്റ്സ്, നമ്മുടെ മൊബൈൽ ഫോൺസ്, ലാപ്ടോപ്സ് എല്ലാം ഒരുപാട് ഡിസ്ട്രാക്ഷൻ തരുന്നതാണ്. അപ്പം ഇതൊരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് സോഷ്യൽ മീഡിയ അത് തിരിച്ചറിഞ്ഞ് അതിനെ ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ
മനസ്സിലാക്കണം. പലരുടെയും ഒരു ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുന്നു. ഞാൻ ഇതിനെ ഡീൽ ചെയ്തു. ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇത് എന്റെ ടൈം ഒരുപാട് കളയുന്നുണ്ടെന്ന്. സോ ഈ പ്രിപ്പറേഷൻ തുടങ്ങിയ സമയം മുതൽ ഞാൻ എന്റെ സോഷ്യൽ മീഡിയ എല്ലാം ഡീആക്ടിവേറ്റ് ചെയ്തു. എല്ലാവരും ചെയ്യണമെന്ന് ഞാനത് അഡ്വൈസ് ചെയ്യത്തില്ല. പക്ഷെ ഇതൊരു ഡിസ്ട്രാക്ഷൻ ആണെന്ന് ജെനുവിൻ ആയിട്ട് ഒരാൾക്ക് തോന്നുവാണെങ്കിൽ നിശ്ചയമായിട്ടും അത് ഡീൽ ചെയ്യും. അതെ, ഇപ്പൊ സോഷ്യൽ മീഡിയന്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ ചില ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഭയങ്കര യൂസ്ഫുൾ ആയി മാറാറുണ്ട്. ഐ മീൻ ഇൻഫോർമേഷൻസ് സെർച്ച് ചെയ്യാനായിട്ടാണ്, അല്ലെങ്കിൽ നല്ല നല്ല ആൾക്കാരെ ഫോളോ ചെയ്ത് പെർസെപ്ഷൻസ് ബിൽഡ് ചെയ്യാനായിട്ട്. സോ എവിടെ ഡിസ്ട്രാക്ഷൻ ആയി മാറുന്നു എന്നുള്ളൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനാലിസിസ് അവനവനായിട്ട് തന്നെ ചെയ്യണമെന്നായിരിക്കും. യെസ്. ആൻഡ് ഈ ഒരു റിയലിസ്റ്റിക് നേച്ചറിന്റെ കാര്യത്തിൽ ഫെബിന് മറ്റൊരു ആംഗിളിലും ശരിക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു ഇൻസൈറ്റ് കൊടുക്കാൻ പറ്റും. ഞാൻ ഫെബിനുമായിട്ട് സംസാരിച്ചപ്പോഴെല്ലാം ഹൈലി റിയലിസ്റ്റിക് ആയിട്ട് മൊത്തത്തില് ജീവിതത്തിനെയും ഇതിനെയൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മുടെ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി അങ്ങനെയാണോ എന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഫെയിലിയേഴ്സിനെ അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഒരു പ്ലാൻ ബി പോലും മനസ്സിലില്ല. അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു പ്രഷർ തരുന്നുണ്ട്. പക്ഷെ ഫെബിനെ ഞാൻ മനസ്സിലാക്കിയത്തോളം യു ഓൾവേസ് ഹാഡ് എ പ്ലാൻ ബി ഇൻ മൈൻഡ്. യു ആർ ഓൾവേസ് വില്ലിങ് ടു ഫെയിൽ. അതാണെങ്കിലും എനിക്ക് വേറൊരു ഇതുണ്ടെന്നുണ്ട്. ആ ഒരു ആറ്റിറ്റ്യൂഡ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫെബിനെ? യെസ്, ആ ആറ്റിറ്റ്യൂഡ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അത് നമുക്ക് സെൽഫ് ഡൗട്ട് തോന്നുമ്പോഴും നമുക്ക് ചില ഫെയിലിയേഴ്സ് വരുമ്പോഴും മുൻപോട്ട് പോകാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പരീക്ഷയ്ക്ക് ഇറങ്ങി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിന്റെ സക്സസ് റേറ്റിനെ കുറിച്ച് ഞാൻ വെൽ അവെയർ ആയിരുന്നു. അപ്പോൾ ഒരു 6 to 7 lakhs ആൾക്കാര് എഴുതുന്ന പ്രിലിംസ് പരീക്ഷ തൊട്ട് തുടങ്ങുന്ന ഈ പരീക്ഷയിൽ ഒരു 1000 പേരിലാണ് ഇത് അവസാനിക്കുന്നത്. സക്സസ് റേറ്റ് വളരെ പെർസെന്റേജ് വളരെ കുറവാണ്. ഇതൊരു റിയാലിറ്റി ആണെന്ന് മനസ്സിലാക്കി ഇതിനൊരു ഞാനിതിനെ ഒരു റിസ്ക് എലമെന്റ് ഇതിനകത്ത് എന്തായാലും ഉണ്ട്. നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇട്ടാലും ആ ഒരു റിയലൈസേഷൻ മനസ്സിലാക്കുകയും സിവിൽ സർവീസ് മാത്രമാണ് ഏറ്റവും ബെസ്റ്റ് കരിയർ എന്നൊരു ചിന്താഗതി നമ്മൾ വിട്ടുകളയണം. ഞാനൊരു ബേസിക്കലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പം എനിക്ക് ആ ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഞാൻ എടുക്കാൻ കാരണം തന്നെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിവിൽ സർവീസ് ആയിരുന്നു എന്റെ ആസ്പിറേഷൻ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു പ്ലേസ്മെന്റിന് പോലും ഇരിക്കാഞ്ഞത്. പക്ഷെ അതേ ടൈം എനിക്കൊരു ബോധ്യം ഉണ്ടായിരുന്നു, സിവിൽ സർവീസ് ഒരു 2 3 അല്ലെങ്കിൽ 4 അറ്റംപ്റ്റുകളിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ മെക്കാനിക്കൽ എന്റെ പ്രൊഫഷണൽ ഡിഗ്രിയിൽ തന്നെ മടങ്ങി വന്ന് അതിൽ സംബന്ധമായിട്ട് ഒരു ഹയർ സ്റ്റഡീസോ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്യുമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ബിക്കോസ് എന്റെ കൂട്ടുകാരെല്ലാം ആ ടൈമിൽ ഗേറ്റ് എക്സാം എഴുതി എംടെക്കിന് ജോയിൻ ചെയ്തു, കാറ്റ് എഴുതി MBAക്ക് ജോയിൻ ചെയ്യുന്നു, MS പഠിക്കാനായിട്ട് വെളിയിൽ പോകുന്നു. സോ ഇതൊന്നും എന്നെ ഡിസ്ട്രാക്ട് ചെയ്തില്ല. ബിക്കോസ് ഞാനൊരു റിസ്ക് ആണ് എടുക്കുന്നൊരു ബോധ്യം എനിക്കുണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് ഒരു 2-3 years നഷ്ടപ്പെട്ടാലും തിരിച്ചു വരാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കി. മാത്രമല്ല അത് എന്നെ ഈ ഒരു എക്സാം എഴുതാനായിട്ട് ഇത് മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഇത് മാത്രമേ എന്റെ കരിയർ ആണെന്ന് പേരൻസും പ്രഷറൈസ് ചെയ്തില്ല. യെസ്, അത് പല ആംഗിളിൽ സ്ട്രെസ് റിലീവിങ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഓക്കെ 3 വർഷം ഞാൻ മാറ്റി വെക്കാൻ പോവാണ്. ആ 3 വർഷം നല്ലൊരു എഫേർട്ട് ഇടും. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത പണിക്ക് പോവാന്ന് പറയുന്നൊരു ആറ്റിറ്റ്യൂഡ് ഇറ്റ്സ് വെരി ഗുഡ് റിയലി. പിന്നെ എനിക്ക് ഫെബിനോട് ചോദിക്കാനായിട്ടുള്ള, ഐ മീൻ നമ്മുടെ സ്റ്റുഡൻസിനെ കൺസിഡർ ചെയ്തിട്ടാണ്, ഫെബിന്റെ വേ ഓഫ് സ്റ്റഡിങ് അല്പം ഇൻട്രസ്റ്റിംഗ് ആണ്. ഐ മീൻ പല ആൾക്കാർക്കും ഇപ്പൊ പ്രിലിംസിനായിട്ട് ഒരു സെപ്പറേറ്റ് സ്ട്രാറ്റജി, മെയിൻസിനായിട്ടൊരു സെപ്പറേറ്റ് സ്ട്രാറ്റജി. പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു ഇത് കാണാമല്ല. സബ്ജക്റ്റിനെ സബ്ജക്റ്റ് ആയിട്ടും ടോപ്പിക്കിനെ ടോപ്പിക്കായിട്ടും അപ്രോച്ച് ചെയ്ത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ആ അപ്രോച്ചിനെ പറ്റിയിട്ട് നമ്മുടെ സ്റ്റുഡൻസിനോടൊന്ന് ഷെയർ ചെയ്യാമോ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ്? യെസ്, സോ നമുക്ക് ഇതിനകത്ത് 3 സ്റ്റേജസ് ഉണ്ട്: പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ. സാർ പറഞ്ഞതുപോലെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് UPSC ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഞാൻ ഈ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് കേട്ടിരുന്നു. ഞാനും ഈ പ്രിലിംസിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പഠനം, മെയിൻസിന് വേണ്ടി സെപ്പറേറ്റ് ഉള്ള പഠനം, അതിനെക്കുറിച്ചും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ നമ്മുടെ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും മെയിൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അനലൈസ് ചെയ്തപ്പോൾ, പിന്നെ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ചോദ്യങ്ങളെ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഇന്റഗ്രേറ്റഡ് ഒരു അപ്രോച്ച് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, മെയിൻസിന് നമ്മൾ ലോങ് ആൻസർ ടൈപ്പ് ആണ് എഴുതുന്നത്, പ്രിലിംസിന് MCQ ആണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രിലിംസിന്റെ പാറ്റേണിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറെ ഫാക്ച്വൽ ഇൻഫർമേഷനേക്കാളും ഫാക്ച്വൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പോലും അനലിറ്റിക്കൽ നോളജ് ഒരുപാട് ഇമ്പോർട്ടൻസ് വന്നിട്ടുണ്ട്. മെയിൻസിന് നമ്മുടെ അനാലിറ്റിക്കൽ നോളജും ഒപ്പീനിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. സോ
നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു NCERT ബുക്ക് വായിക്കുമ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് വായിക്കുമ്പോഴും അതിലെ ഫാക്ച്വൽ ഇൻഫർമേഷൻ േക്കാളും അപ്പുറമായിട്ട് ഒരു അനാലിറ്റിക്കൽ കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ടെങ്കിൽ മെയിൻസിനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല പ്രിലിംസിൽ വരുന്ന ആ പാറ്റേൺ ചേഞ്ച് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ സഹായിക്കും. പക്ഷേ പ്രിലിംസിന് ഡെഫിനറ്റ്ലി ഒരു ഫാക്ച്വൽ ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമാണ്. അത് പക്ഷേ പ്രിലിംസിന് ഒരു 2-3-4 മാസങ്ങൾക്ക് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ. ഞാനൊരു ന്യൂസ് റിവിഷൻ റിവിഷനിലൂടെ പ്രിലിംസിന് നമുക്ക് റിവിഷൻ കൊണ്ടുവരുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രിലിംസ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും കുറഞ്ഞ 2 റിവിഷനെങ്കിലും കൊടുത്തിട്ട് പ്രിലിമിനറി എക്സാമിനേഷന് നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. യെസ്, കണ്ടിന്യൂ പ്ലീസ്. യെസ്. അപ്പം ഞാനൊരു ന്യൂസ് പേപ്പർ ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ പോലും ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, അവർ പ്രിലിംസിന്റെ ഫാക്ട്സ് ഒരു സെപ്പറേറ്റ് നോട്ടിൽ എഴുതി വെക്കും, മെയിൻസിന്റെ ഫാക്ട് ഒരു സെപ്പറേറ്റ് നോട്ടിൽ എഴുതി വെക്കും. ചിലർക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അത് ഒരുപാട് ടൈം ടേക്കിംഗ് ആയിരുന്നു. ഞാൻ പൊതുവെ ശ്രമിക്കാറുള്ളത് മെയിൻസിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോട്ട് മേക്കിംഗ് ഉണ്ടാക്കുകയും ആ രീതിയിൽ പഠിക്കുകയും ചെയ്യും. അത് എനിക്ക് പ്രിലിംസിൽ ഒരു ഓപ്ഷൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ ആ മെയിൻസിന്റെ അനാലിറ്റിക്കൽ നോളജ് ആണ് പലപ്പോഴും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് എനിക്ക് ഫെബിന് അതിൽ തോന്നുന്നൊരു കാര്യം ഞാൻ ഷെയർ ചെയ്യാം. സ്ഥിരമായിട്ട് മീൻസ് എഴുതുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർ പ്രിലിംസിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും തന്നെയും ചെയ്യാറില്ല. അവർ പോയി പ്രിലിംസ് പരീക്ഷ എഴുതുന്നു, പാസ്സാവുന്നു. സോ സബ്ജക്റ്റിനെ എത്രത്തോളം അനലിറ്റിക്കലായിട്ട് അപ്രോച്ച് ചെയ്യാവോ അത് നമ്മുടെ പ്രിലിമിനറിക്കും ഹെൽപ്ഫുൾ ആവുമെന്നാണ് ഫെബിൻ്റെ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് ഫെബിൻ IAS സബിനെ സംബന്ധിച്ച് ഒരു മെന്റർ ആൻഡ് അധ്യാപകനും കൂടിയാണ്. നമ്മുടെ സ്റ്റുഡൻസും അങ്ങനെ കാണുന്ന ഒരാളാണ്. ആൻഡ് സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റീൻ്റെ ഈ സെൽഫ് ഡൗട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ആ സെൽഫ് ഡൗട്ട് അടിക്കുന്ന വിദ്യാർത്ഥികളോട് എന്താണ് ഫെബിൻ പറയാനുള്ളത്? യെസ്. ഈ ഒരു എക്സാം ഒരു ലോങ് പ്രോസസ്സാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. ഒരു സ്റ്റേജിൽ നമുക്ക് പ്രിലിംസ് കിട്ടാതെ വരുമ്പോൾ 1 വർഷം വീണ്ടും അടുത്ത പ്രിലിംസ് എഴുതാൻ കാത്തിരിക്കുന്നു. സോ നാച്ചുറൽ ആണ്. സെൽഫ് ഡൗട്ട് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. സെൽഫ് ഡൗട്ട് ഇല്ലാത്തവരായിട്ട് ഒരു ആസ്പിറന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഈ പറയുന്ന ഞാനും ഇടയ്ക്ക് സെൽഫ് ഡൗട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സെൽഫ് ഡൗട്ടും കൊണ്ട് നമ്മൾ ഈ പ്രിപ്പറേഷനിൽ മുൻപോട്ട് പോകരുത്. ഇതിനെ നമ്മൾ ഡീൽ ചെയ്യണം. ഈ സെൽഫ് ഡൗട്ട് നമുക്ക് ചിലപ്പോൾ ഒരു പ്രിലിംസിന്റെ മോക്ക് ടെസ്റ്റ് എഴുതി നമുക്ക് മാർക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഒരു മെയിൻസിന്റെ ആൻസർ എഴുതി അത് മെന്ററിനെ കൊണ്ട് കാണിച്ചപ്പോൾ വളരെ മോശം അഭിപ്രായമാണ് പറഞ്ഞത്, റീറൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് മനസ്സിൽ തോന്നും, അയ്യോ ഞാൻ ഈ എക്സാമിന് എനിക്ക് പറ്റുമോ, ഇനിയും ഞാൻ പ്രിലിംസ് എഴുതണമോ? കാരണം എൻ്റെ പിയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത്രയും മാർക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നില്ല. പക്ഷെ അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു പ്രോസസ്സാണ്. ഈ പരീക്ഷ ഇത് നമ്മൾ സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും പഠിച്ചു കഴിഞ്ഞ് ഒരു എക്സാം എഴുതി നല്ല 90% മാർക്ക് കിട്ടുന്നു, ആ ഒരു പെർഫെക്ഷൻ, ഒരു ഐഡിയലിസ്റ്റിക് നേച്ചർ അല്ല ഈ പരീക്ഷയ്ക്കുള്ളത്. ഒരു കോൺസ്റ്റന്റ് റിയലിസ്റ്റിക് ആവുക. യെസ്, എപ്പോഴും റിയലിസ്റ്റിക് ആവുക. ഒരു കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് ആണ് ഈ പരീക്ഷയ്ക്ക് നമുക്ക് എപ്പോഴും ആവശ്യം. ഇപ്പൊ ഞാൻ എൻ്റെ മെയിൻസിന്റെ ഫസ്റ്റ് ടെസ്റ്റ് ഒക്കെ എഴുതുന്ന സമയത്ത് 20 ക്വസ്റ്റ്യനിൽ ആകെ 9 ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റംപ്റ്റ് ചെയ്യാറില്ലായിരുന്നു. സ്പീഡ് കിട്ടുന്നില്ലായിരുന്നു. മാത്രമല്ല എൻ്റെ ക്വാളിറ്റി ഓഫ് ആൻസേഴ്സ് വളരെ മോശമായിരുന്നു. ഈവൻ അങ്ങനെ 9 ക്വസ്റ്റ്യനിൽ നിന്ന് പിന്നെ 11 ക്വസ്റ്റ്യൻ ആയി, പിന്നെ 13 ക്വസ്റ്റ്യൻ ആയി, 14 ക്വസ്റ്റ്യൻ ആയി, അങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഫൈനൽ എക്സാമിന് വന്നപ്പോഴേക്കും എനിക്ക് 20 ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, എനിക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്, എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കിട്ടുന്ന ഫീഡ്ബാക്കുകൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഇംപ്രൂവ് ചെയ്യാം. ഡെയിലി ഇംപ്രൂവ്മെന്റ് മാക്സിമം കൊണ്ടുവരിക, ഡിസിപ്ലിൻ കൊണ്ടുവരിക. വർക്ക് ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് മെല്ലെ മെല്ലെ മാറും. ഓക്കെ, അത് തന്നെയാണ് ഫെബിൻ സാറിനും നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ആൻഡ് ഫൈനലി ഫെബിന്റെ വിജയത്തിനെ പറ്റിയിട്ടുള്ള കഥകൾ ഒരു നാട് മൊത്തം സെലിബ്രേറ്റ് ചെയ്ത ഒരു ഇൻസിഡന്റ് ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ, നിങ്ങളുടെ പഞ്ചായത്തിലെ ആദ്യത്തെ ഒരു സിവിൽ സർവീസ് പരീക്ഷ ക്ലിയർ ചെയ്യുന്ന ആ ഒരു മൊമെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാം. കാരണം അത് ആൾക്കാർ കേൾക്കണം. ഈ ഒരു പരീക്ഷയിലേക്ക് ഐ മീൻ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ആവശ്യമാണെങ്കിലും അല്ലെ, അത് അത്ര റെലവെന്റ് അല്ലെങ്കിലും, പക്ഷെ ഫെബിന്റെ ആ സ്റ്റോറി കേട്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി. അത് കേൾക്കാൻ തന്നെ ഒരു രസമുണ്ടായിരുന്നു. ആ മൊമെന്റ്സ്, ആ ഹാപ്പിനെസിന്റെ ആ മൊമെന്റ്സ് ഒന്ന് ഷെയർ ചെയ്യാം. യെസ്. അപ്പം എൻ്റെ ഞാൻ പത്തനാപുരം താലൂക്കിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ പത്തനാപുരം താലൂക്കിൽ ആദ്യമായിട്ടാണ് ഒരു വ്യക്തിക്ക്, അവിടെ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യമായിട്ട് സിവിൽ സർവീസ് കിട്ടുന്നത്. അപ്പം എൻ്റെ വിജയം എൻ്റെ കുടുംബത്തിന്റെയോ എൻ്റെ വ്യക്തിപരമായ വിജയത്തെക്കാൾ ഉപരിയായിട്ട് ഒരു നാടിന്റെ വിജയമാക്കി നാട് അത് ആഘോഷിച്ചു.
അത് നാട്ടിലുള്ള എല്ലാവരും ഓരോ സംഘടനകളും അതിനെ അവരുടെ ആഘോഷമാക്കി അവർ മാറ്റുവാനിടയായി തീർന്നു. അപ്പം എന്റെ റിസൾട്ട് വന്ന ദിവസം വൈകിട്ട് തന്നെ എന്റെ വീട്ടിലേക്ക് നാട്ടിലുള്ള പല ആൾക്കാരും എത്തിച്ചേരുകയും അവരുടെ സന്തോഷം പങ്കെടുക്കുകയും ഞങ്ങളുടെ സന്തോഷത്തിൽ അവർ ചേരുകയും ചെയ്തു. അപ്പൊ ഞാൻ അന്ന് വൈകിട്ട് തന്നെ വീട്ടിൽ എത്തിച്ചേരണമെന്ന് എന്റെ ഫാദർ വിളിച്ച് നിർബന്ധിച്ച് ഞാനിവിടെ ഒരു ദിവസം കൂടെ നിന്നിട്ട് പോകാമെന്നൊക്കെയാണ് ആദ്യം ചിന്തിച്ചത്. പക്ഷെ വീട്ടിൽ ഇത്ര ആൾക്കാർ ഒരുമിച്ച് വരുന്നത് കൊണ്ട് ഫാദർ എന്നെ കാണാനായിട്ടാണ് പലരും വരുന്നത്. അപ്പൊ നിർബന്ധമായിട്ടും എന്നോട് വരണം എന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള ഒരു 2-3 മാസം എനിക്ക് ഫുൾ ബിസി ആയിരുന്നു. നാട്ടിന്റെ ഒരു ഫെലിസിറ്റേഷൻ തന്നെ എനിക്ക് എണ്ണിക്കൂടാത്തവണ്ണം, എനിക്ക് ഓർക്കാൻ കഴിയാത്തവണ്ണം ഒരുപാട് ഫെലിസിറ്റേഷൻ എനിക്ക് കിട്ടി. സോ സി ഇതൊരു ഹാപ്പി ഒരു ഷെയറിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. സോ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു എക്സാമിനേഷൻ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഗ്രാഫ് തന്നെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഫെബിൻ സാർ. ആൻഡ് ഫെബിൻ സാറിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് വേറെ ഒരു നല്ലൊരു പാഠം കൂടി ഉണ്ട്. ബി റിയലിസ്റ്റിക്. UPSC എക്സാമിനേഷനിൽ മിറക്കിൾസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പെർഫോം ചെയ്യുന്ന ആൾക്കാർ തന്നെ കയറുന്നത് വളരെ കുറവ്. സോ ഒരു 3-4 ഇയേഴ്സ് അല്ലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യുക. വെൽ പ്ലാൻഡ് ആയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യുക. ഞാനൊരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ഇതിനുവേണ്ടി മാറ്റി വെക്കുകയാണ്. ആൻഡ് അത് ആ ഡിസിഷൻ സ്ട്രെസ്സാക്കി മാറ്റാണ്ടിരിക്കുക. ആ ടൈമിൽ ബെസ്റ്റ് ആയിട്ടുള്ള എഫേർട്ട് നിങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ അല്ലെ ഒരു ധൈര്യത്തോടു കൂടി തന്നെ ഒരു പ്ലാൻ ബിനെ പറ്റിയിട്ട് നോക്കി റിയലിസ്റ്റിക് ആയിട്ട് ഈ ഫീൽഡിൽ നിൽക്കുക. സോ അവസാനമായിട്ട് ഫെബിൻ സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. സാറിന്റെ ഭാവിയിലുള്ള എൻഡിവേഴ്സിലും എല്ലാവിധ ആശംസകളും. ഈ ധൈര്യവും ഈ റിയലിസവും എല്ലാം സാറിന് ഗുണമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ.